നന്മ 24ലേക്ക് സ്വാഗതം. മാവേലിപുരം വാർഡ് ഫെസ്റ്റ് സമാപിച്ചു. സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് നേടിയ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PV ബേബി തുടങ്ങിയവരെ ആദരിച്ചുകൊണ്ടായിരുന്നു സമാപന ചടങ്ങ്. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ഇതാ സമാഗതമായിരിക്കുകയാണ്. മാവേലിപുരം വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മാവേലിപുരം വാർഡ് ഫെസ്റ്റ് 2025 മാവേലി മന്നന്റെ മണ്ണിൽ തൃക്കാക്കരയുടെ തിരുമുറ്റത്ത് ഉത്സവത്തിമിർപ്പിന്റെയും മാനസികോല്ലാസത്തിന്റെയും നിറചൈതന്യത്തിന് തിരിതെളിയിച്ച് മാവേലിപുരം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാവേലിപുരം വാർഡ് ഫെസ്റ്റ് 2025 ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. ചടങ്ങിൽ ISRO മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ സയന്റിസ്റ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ശ്രീ ബേബി PV, വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, ഇന്ത്യൻ നേവി മുൻ കമാൻഡർ ശ്രീ TM വർഗീസ്, ബിസിനസ്മാൻ ശ്രീ സണ്ണി ആന്ധ്രപേർ തുടങ്ങി കലാ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ശാസ്ത്ര രംഗത്തെ 29 പരം വ്യക്തികളെ ആദരിക്കും. മാവേലിപുരം വെൽഫെയർ അസോസിയേഷന്റെ മാവേലിപുരം വാർഡ് ഫെസ്റ്റ് 2025 ബെസ്റ്റ് കളക്ടർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇത് ബെസ്റ്റ് ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിൽ കളക്ടറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. എത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. ബിക്കോസ് ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിന് ഇവിടെ ആളുകളുണ്ട്. ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, പോലീസ്. ഇത് ഇവിടെ കാണുമ്പോൾ ഇന്നൊവേഷൻ, പോലീസ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, സോഷ്യൽ വർക്കേഴ്സ്, ആർട്ടിസ്റ്റ്, കമ്പോസേഴ്സ്, ഇങ്ങനെ ഒരു ഇന്ത്യൻ നേവി കമാൻഡർ മിസ്റ്റർ TM വർഗീസ് അതുകൊണ്ട് തോന്നുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ഉള്ള ഒരു വിവിധ വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു സെലിബ്രേഷൻ ബിക്കോസ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ വാട്ട് സസ്റ്റെയിൻസസ് ഈസ് സച്ച് സെലിബ്രേഷൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സെലിബ്രേഷൻസും നമ്മളെല്ലാവരും ഒരേ ഫാമിലി. ഇപ്പോൾ കാശ്മീരിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ മരിച്ച 27 പേരുണ്ടെങ്കിൽ അതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അതല്ലാതെ വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകളുണ്ടായിരുന്നു. വി ആർ ഏബിൾ ടു കണക്ട് വിത്ത് ഓൾ ഓഫ് ദം ബിക്കോസ് നമ്മളെല്ലാവരും ഇന്ത്യ എന്നൊരു ഫാമിലിയിൽ ഒരു ആളുകളായതുകൊണ്ടാണ്. അതുപോലെ ഒരു ചെറിയ ഒരു നെസ്റ്റ് പോലെ ഉള്ള ഈ മാവേലിപുരം ഫാമിലി, ആ ഫാമിലിയിൽ നടത്തുന്ന ഈ പരിപാടി ദിസ് വാർഡ് ഫെസ്റ്റ് ശ്രീ ഉണ്ണി കാക്കനാടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. എൻ്റെ കൗൺസിലറാണ് ശ്രീ ഉണ്ണി. ഞാൻ വർക്ക് ചെയ്യുന്ന ACPയുടെയും കൗൺസിലറല്ലേ? അല്ല, യെസ്, ഞങ്ങൾ 2 പേരുടെ കൗൺസിലറാണ് ഉണ്ണി. ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡാണത്. സോ തീർച്ചയായിട്ടും വി തോട്ട് വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. അതുകൊണ്ട് ഞങ്ങളും മാവേലിപുരത്ത് ആളുകൾ പോലെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ലോട്ട്സ് ഓഫ് യങ്സ്റ്റേഴ്സിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ACP ശ്രീ ബേബി ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഈ ആസ് ഓൺ 2025 നമ്മുടെ കേരള സൊസൈറ്റിയിൽ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ചായിട്ട് മാറിയിട്ടുള്ളത് ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആണ്. നിങ്ങളെല്ലാവർക്കും അറിയാം. ഈ ഡ്രഗ്സ് കാര്യത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇപ്പോൾ സപ്ലൈ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ശക്തപ്പെടുത്തണമെന്ന് എല്ലാവരും പറയും. നമ്മുടെ ജില്ലയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിൽ തന്നെ. ഇപ്പോൾ ഇന്ത്യയിൽ വൺ ഓഫ് ദ ഹോട്ട്സ്പോട്ട്സ് കേരള ആയിട്ടുണ്ട്, നമ്മുടെ കൊച്ചി ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതൊരു സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എവിടെയെല്ലാം കൂടുതൽ വിൻഡോസും ഡോഴ്സും ഓപ്പൺ ആണോ അവിടെയെല്ലാം എല്ലാ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസും കൂടും, ഡ്രഗ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കൂടും. പക്ഷേ ഇന്ത്യയിൽ തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരള പോലീസാണ്, ഇവിടെയുള്ള കേരള പോലീസാണ്. അതിൽ ശ്രീ ബേബി നിങ്ങളെല്ലാവരും പത്രങ്ങളിലെല്ലാം വായിച്ചിട്ടുണ്ടാവും. ഒരു കോളേജ് ഹോസ്റ്റലിൽ കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ഓപ്പറേഷൻ ചെയ്ത്
പിടിച്ച ലീഡറാണ് ശ്രീ ബേബി ഇവിടെ നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നത്. അത്രയും ഫോക്കസ്ഡ്, അതുകൊണ്ട് ന്യൂസിൽ വന്നു, ന്യൂസിൽ വരാത്തത് എത്രയുണ്ട്. അത്ര ഓപ്പറേഷൻസ്, അത്ര ഫോക്കസ്ഡ് ഇൻ്റർവെൻഷൻസ് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ വിമലാദിത്യ, അതേപോലെ ബേബി പോലെ ഡെഡിക്കേറ്റഡ് പോലീസ് ഒഫീഷ്യൽസ് എവറി മിനിറ്റ് എവറി സെക്കൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മാത്രം പോരാ, എല്ലാ വീട്ടിലും പോലീസ് വയ്ക്കാൻ പറ്റില്ല. ബേബി ഒരാളേ ഉള്ളൂ, കമ്മീഷണർ ഒരാളേ ഉള്ളൂ. പോലീസ് എത്ര പേരുണ്ട് അത്ര പേരേ ഉള്ളൂ. നമ്മൾ ലക്ഷക്കണക്കിലുള്ള ആളുകളാണ്. സപ്ലൈ സൈഡ് മാത്രം ഫോക്കസ്, അത് പോലീസ് ചെയ്തോളും, അത് എക്സൈസ് ചെയ്യും, അതെല്ലാം ഓക്കെ. പക്ഷേ ഡിമാൻഡ് അത് നമ്മളെല്ലാവരുമാണ്, അത് സൊസൈറ്റിയുടെ കടമയാണ്. നമ്മളെല്ലാവരും ഈ മാവേലിപുരം ഫെസ്റ്റ്, ഈ ബ്യൂട്ടിഫുൾ ഡേയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട മെസ്സേജ്, ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സ് ഒന്നും ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ഇതൊരു പക്ഷേ നമുക്ക് ഏത് ഇൻഫർമേഷൻ കിട്ടിയാലും ആ അവയർനെസ് സ്പ്രെഡ് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവയർനെസ്സിന് പറഞ്ഞാൽ എന്താ മീൻസ്, ഡ്രഗ്സ് എത്ര നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു. ഒരു ലിക്കർ, ഒരു സിഗരറ്റ്, പണ്ട് പബ്ലിക് സ്മോക്കിംഗ് കൂടുതലുണ്ടായിരുന്നു. ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 20 വർഷം മുന്നേ ഇവിടെയുള്ള സ്മോക്കിംഗ് ചെയ്യുന്നത് കാണും. ഇതേ സ്ഥലത്ത് ഇതേ മാവേലിപുരം ഫെസ്റ്റ് 25 വർഷം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർ അവിടെ ഇവിടെ സ്മോക്ക് ചെയ്യുന്നതുണ്ടായിരിക്കും. ഇപ്പോൾ അതൊന്നും ഇല്ല, മാറി, സമൂഹം മാറി. പോലീസ് ഒന്ന് എൻഫോഴ്സ് ചെയ്തിട്ടല്ല മാറിയത്, സമൂഹം മനസ്സിലാക്കിയിട്ടാണ് മാറിയത്. ആ മനസ്സിൽ ഒരു ചേഞ്ച്, ആ ചേഞ്ച് ഡ്രഗ്സ് കാര്യത്തിലും വരണമെങ്കിൽ ഡ്രഗ്സുടെ എഫക്റ്റ്, ഇപ്പോൾ സ്മോക്കിംഗ് ആണെങ്കിൽ ഫിസിക്കലി ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫ്യൂച്ചർ തന്നെ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഫ്യൂച്ചർ പോകുന്നു, 2 കേസ് പിടിച്ചാൽ എത്ര വർഷം, നോൺ ബെയിലബിൾ ആയിട്ട് 7 വർഷമോ ലൈഫേ പോവും. അത് നമ്മൾ അവയർനെസ് ഉണ്ടാക്കണം. ലൈഫ് പോകുന്ന, ലൈഫോട് കളിക്കുന്ന ഈ ഗെയിം നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണമെന്ന് പേടിപ്പിക്കണം. ജസ്റ്റ് അവയർനെസ് സ്വീറ്റായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. ഡ്രഗ്സ് എതിരായിട്ട് സ്ട്രോങ് ആയ ഒരു അവയർനെസ് കുട്ടികൾ ഈ ഏജിൽ മനസ്സിലാക്കിക്കോളും. അതിൻ്റെ ഒരു ത്രെട്ട്, അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കോളും. ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ നല്ല മെസ്സേജുകൾ നമ്മളെല്ലാവരും പകരുവാണ്. പരാതി പറയാൻ എത്തുന്നവരോടുള്ള അനുകമ്പ, പ്രശ്നപരിഹാരത്തിനുള്ള നിരന്തര ശ്രമം, കളക്ടറുടെ മേലങ്കിയില്ലാതെ സഹപ്രവർത്തകരോടുള്ള ഇടപെടൽ, ജനപ്രതിനിധികളോടുള്ള ആദരവ്, വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടാനുള്ള ഇടപെടലുകൾ, 100 കണക്കിന് ഭൂരഹിതർക്ക് പട്ടയം. ഉമേഷ് എന്ന മിടുക്കനായ കളക്ടറുടെ വ്യക്തിപ്രഭാവവും ഭരണ നൈപുണ്യവും തിരിച്ചറിഞ്ഞാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല കളക്ടറായി സർക്കാർ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും ബോധ്യങ്ങൾക്കൊടുവിലാണ് ബഹുമാനപ്പെട്ട കളക്ടർ ഉമേഷ് സാറിന്റെ മികവ് സർക്കാർ അംഗീകരിച്ചത്. ബ്രഹ്മപുരം കത്തിയെരിയുമ്പോഴാണ് സാറിന്റെ വരവ്. അഗ്നികുണ്ഡത്തിലേക്കുള്ള ചാട്ടമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അന്ന് വിശേഷിപ്പിച്ചത്. കഠിനാധ്വാനവും ഏകോപനവും കൊണ്ട് ഉമേഷ് സാർ ബ്രഹ്മപുരത്തെ തീയും പുകയും ഒടുക്കി. 100ഓളം ജില്ലാതല സമിതികളുടെ അധ്യക്ഷനാണ് കളക്ടർ. 70ഓളം വകുപ്പുകളുടെ മേൽനോട്ടവും നിരീക്ഷണവും വേറെ. ഒരു കളക്ടർ ഇത്രയും താഴേക്ക് വരാമോ? ആദ്യ നാളുകളിൽ ഇദ്ദേഹം നേരിട്ട പ്രധാന വിമർശനങ്ങളിൽ ഒന്നാണത്. കളക്ടറേറ്റിലെ ഏറ്റവും താഴെത്തട്ടിലെ ജീവനക്കാർക്ക് വരെ അദ്ദേഹത്തെ സമീപിക്കാം. എൻ്റെ മേലധികാരികൾ എന്നോട് നല്ല സമീപനമാണ് പുലർത്തുന്നത്. എനിക്ക് അവരെ എപ്പോൾ വേണമെങ്കിലും സമീപിക്കാം. അതുതന്നെ ഞാൻ എൻ്റെ ജീവനക്കാരോടും കാട്ടുന്നു. കളക്ടറുടെ വാക്കുകൾ. ഇടുക്കി ജില്ലയിലെ കളക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിഘ്നേശ്വരി. ഇന്ത്യൻ ബാങ്ക് റിട്ടയർഡ് സീനിയർ മാനേജർ NKS കേശവനും സിൻഡിക്കേറ്റ് ബാങ്ക് റിട്ടയർഡ് ഉദ്യോഗസ്ഥ RB ഭാനുമതിയുമാണ് എറണാകുളം ജില്ലയുടെ പ്രിയപ്പെട്ട കളക്ടർ ശ്രീ ഉമേഷ് സാറിന്റെ. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തായി നമ്മുടെ ആളുകൾ കൂടുന്ന വലിയ ഒരു ആഘോഷമാണ് മാവേലിപുരം വാർഡ് ഫെസ്റ്റ്. കഴിഞ്ഞ 4 വർഷമായി വാർഡ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ തൃക്കാക്കര നഗരസഭയിലെ 14ാം വാർഡായ മാവേലിപുരത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നടത്തുന്ന വലിയ ഒരു ആഘോഷ രാവ്. 14ാം രാവിന്റെ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നാശത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന മദ്യം ഉൾപ്പെടെയുള്ള രാസലഹരി, പാൻ മസാല, മയക്കുമരുന്നുകൾ
എന്നിവ ഞാൻ ഒരിക്കലും ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ ലഹരിയുമായി ബന്ധപ്പെട്ട എൻ്റെ ദുശ്ശീലങ്ങളെയും എൻ്റെ ജീവിത ചുറ്റുപാടിൽ നിന്ന് ഒഴിവാക്കാൻ എന്നാൽ കഴിയും വിധം പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു.